ബഡ്ജറ്റ് കഴിഞ്ഞു, ഇനി വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബഡ്ജറ്റിൽ വലിയ രീതിയിൽ തന്നെ ബീഹാറിന് വേണ്ടിയുള്ള വാഗ്ദാനങ്ങളും പണങ്ങളും ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം? അവിടെ എൻ ഡി എ ജയിക്കും. എൻ ഡി എ ജയിക്കുമെന്ന് പറയാൻ കാരണം ജനങ്ങൾക്ക് മുന്നിൽ വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ളത്. അവിടെ ഈ ലാലു ഭരിച്ച് അഴിമതിയും ജംഗിൾ രാജ്യമായിരുന്നു. ലാലുവിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എന്ന് വെച്ചാൽ അവിടെ ഈ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഈ ഭാഷ ഉന്നത കുലജാത ഇവരായിരുന്നു അവിടെ എല്ലാം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി ലാലുവിൻ്റെ സമയത്ത് ഒ ബി സിക്കാരുടെ ഡോമിനേഷൻ വന്നു. അപ്പോൾ ലാലുവിൻ്റെ സമയത്തുള്ള പ്രധാനപ്പെട്ട മാറ്റതാണ് ഒ ബി സിക്കാർ ഫോർഫ്രണ്ടിലേക്ക് വന്നു എന്നുള്ളത് ലാലുവിൻ്റെ വലിയൊരു മാറ്റമാണ്. ലാലുവിൻ്റെ പൊളിറ്റിക്സ് അത് ജാതി രാഷ്ട്രീയത്തെ അധിഷ്ഠിതമാണല്ലോ. പക്ഷേ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡെവലപ്മെൻറ്റ് വന്നത് നിതീഷ് വന്നതിന് ശേഷം. നിതീഷ് ഇടതും വലതും നടുവിലൊക്കെ നിൽക്കും. പക്ഷേ ബീഹാറിന് വേണ്ടത് നിതീഷ് എടുത്തുണ്ട്. അതിനുള്ള ഷൂർനെസ് അയാൾക്കുണ്ട്. പിന്നെ അയാൾ കമ്മിറ്റഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിതീഷ് എപ്പോഴും ആളുകളുടെ ചോയ്സാണ്. നിതീഷ് എവിടെ നിൽക്കുന്നു ആ സൈഡിൽ കനമുണ്ടാവും. പക്ഷെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി നിൽക്കുന്ന ആ ചാടിച്ചാടി നിൽക്കുന്നത് എന്തിനാ? നിന്റെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി നിൽക്കുന്നു പല കമ്പനികളും. എന്തിനാണ്? നിനക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നീ ആർക്ക് വോട്ട് ചെയ്യും? നിതീഷ് ഇസ് എ ഫാദർ ഓഫ് ബീഹാർ. ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫാദർ ലൈക്ക് ഫിയർ. അപ്പം അതിൻ്റെ ആ നാട്ടുകാർക്ക് അതറിയാം. അതുകൊണ്ടാണ് അവർ നിതീഷും തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് ഇടതുപക്ഷം വലതുപക്ഷം BJP എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വെട്ടാനും കുത്താൻ നിൽക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ ജാതിൻ്റെ പേരിൽ വെട്ടും കുത്തില്ല. കേരളത്തിന് മാത്രമേ എത്തി രാഷ്ട്രീയത്തിൻ്റെ പോകുന്ന ആളുകൾ മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ അവിടെ അതൊന്നുമില്ല. രാഷ്ട്രീയം എന്നും ആകുന്ന കാരണമാണ് അവിടെ നമ്മളെക്കാട്ടും വിവരമുണ്ടെന്ന് ഞാൻ പറയും. എന്നിട്ട് വെട്ടാനും കുത്താൻ വല്ല കാര്യമുണ്ടോ? അവിടെ അത് നടക്കുന്നില്ല. അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ബീഹാറിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ പത്തിലൊന്നുമില്ലല്ലോ? എന്തുകൊണ്ടാണ്? ജാതീയമായ കൊലപാതകങ്ങളൊക്കെ ഉണ്ട്, ചെറിയ വർഗീയ ലാഭങ്ങളുണ്ടാകും. എന്തുകൊണ്ടാണ് ഉണ്ടാകത്ത്? അവിടെ എന്നിട്ട് എനിക്ക് വിവരമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊല്ലാൻ ജാതകർക്ക് ഒരു കാര്യമില്ല. നേതാക്കന്മാർ അവരുടെ മക്കളും നന്നാവും. അതോടൊപ്പം ഈ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ ബഡ്ജറ്റിൽ അങ്ങോട്ടും ബഡ്ജറ്റ് കൊടുത്തു എന്നുള്ളതല്ല, ബഡ്ജറ്റിൽ കൊടുക്കുകയും അത് അവിടെ പിന്നെ വിനിയോഗിക്കപ്പെടുകയും വേണം. അപ്പം കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് വിനിയോഗിക്കപ്പെടുന്നുണ്ട് അവിടെ. അത് ഏത് ബഡ്ജറ്റ് വന്നാലും അവിടെ പ്രഖ്യാപിക്കുന്ന അവിടെ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗുണമുണ്ട്. പ്രഖ്യാപിക്കുന്നത് അവിടെ എത്തുന്നുണ്ട്, അതവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ട്. നിതീഷിനെതിരെ പേഴ്സണൽ അഴിമതി കേസൊന്നും ഇല്ലല്ലോ. ബീഹാറിൽ അഴിമതി കേസില്ലാതെ നിൽക്കുന്നത് വളരെ എളുപ്പമാണ്. പിന്നെ അതോടൊപ്പം ഈ സീറ്റുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും വരുന്നുണ്ട്. മുൻകാലങ്ങളിലെല്ലാം BJPയും അതോടൊപ്പം തന്നെ JDU മത്സരിക്കുമ്പോൾ തുല്യമായാണ് സീറ്റുകൾ പങ്കിട്ടത്. പക്ഷേ ഇത്തവണ JDU വലിയ രീതിയിൽ സീറ്റുകളുടെ എണ്ണം കൂടുതൽ ചോദിക്കുന്നു. അത് കേന്ദ്രത്തിൽ പിടുത്തമുള്ളൂ. അതെ, നമ്മളെ ഈ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ CBI ഡയറക്ടർ, എനിക്ക് ഡൽഹിയിൽ കൊണ്ട് പിടുത്തമെന്ന് തോന്നുന്നു, ആ പേര് ഞാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ഡൽഹിയിൽ ഇപ്പം പിടുത്തം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ചോദിക്കുന്നത് മാത്രമല്ല, അവർ കൂടുതൽ സീറ്റ് കിട്ടിയാലേ അവർ വിചാരിച്ച പോലെ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ BJPയുടെ പേടിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ വേറെ നമ്മുടെ ചിരാഗ് പാസ്വാനുണ്ട് അലയൻസിൽ. ഈ ചിരാഗ് പാസ്വാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കൂടെ ഇദ്ദേഹം ചാടിപ്പോകാൻ കാരണതാണ് ചിരാഗ് പാസ്വാൻ BJPക്കാരെ ജയിപ്പിക്കാനും ഈ JDUവിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും തീരുമാനം എടുത്തില്ല. അത് വിചാരിച്ചാൽ നടക്കും. അത് മനസ്സിലാക്കി എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് ചാടിയത്. അങ്ങേരുടെ സ്ട്രാറ്റജി വിജയിച്ചു. അങ്ങനെ അങ്ങോട്ട് ചാടി അങ്ങേരെ അന്നത്തെ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ചാടിയെന്ന് ചിലപ്പോൾ ഡൽഹിയിലെ റിസൾട്ട് മാറിയത്. കാരണം ഇപ്പോഴല്ലേ നമ്മൾ അതിന് RSS മോഡിയും തമ്മിലൊരു ഇൻഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ബീഹാറിലും കൂടി ഒരു അടി വന്നു കഴിഞ്ഞാൽ സീറ്റുകളിനകത്ത് മാറ്റം വരും. ഒരു അവിയൽ സഖ്യമാക്കി അത് കൊളാപ്സ് ചെയ്യും. പക്ഷേ ഡൽഹിയിൽ മാറ്റം വരികയായിരുന്നു. മോഡിക്ക് കണക്കേടായി പോയിരുന്നു. ഇപ്പം നമ്മൾ നോക്കുന്നു അത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ല RSS തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം. RSS മോഡിനെ പുറത്താക്കണമെന്നില്ലായിരുന്നു, കടിഞ്ഞാണ് വേണം ഇപ്പോഴത്തെ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ നിതീഷിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു ഗ്രീൻ സിഗ്നൽ നൽകുക, നിതീഷ് തിരിച്ചു വരികയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. കാരണം അതുമാത്രമല്ല, നിതീഷിന് ശേഷം ആരും എന്നുള്ള ചോദ്യമുണ്ട്. നിതീഷ് ഇപ്പം ഇത്ര കാലമല്ലേ, മൂപ്പര് മക്കളൊന്നും രാഷ്ട്രീയത്തിനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഭരിച്ചു കഴിഞ്ഞാൽ ഇവരെ മൊത്തം പാർട്ടിനെ തന്നെ BJPക്ക് മേടിക്കാമല്ലോ. അതൊരു പ്രശ്നമല്ല. ഈ നിതീഷ് ജനകീയ മുഖമാണ്, ബീഹാറിൻ്റെ വികസനം നിതീഷ് കൊണ്ടുവന്നു എന്നെല്ലാം പറയുമ്പോഴും മറുവശത്ത് ഒരു ജനകീയനായ യുവ നേതാവ് നിൽക്കുകയാണ്, തേജസ്വി യാദവ്. അപ്പോൾ അദ്ദേഹത്തിന് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കുറച്ച് സീറ്റുകൾക്കാണ് ഈ ഭരണം നഷ്ടമാകുന്നത്. തേജസ്വി യാദവ് കൂടുതൽ ശക്തിപ്പെട്ട് വരികയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നിതീഷിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? തേജസ്വി ശക്തിപ്പെട്ട് വരുന്നുണ്ട്.
പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡെലിവർ ചെയ്ത നേതാവാണ്. ഞാൻ അരവിന്ദ് കെജ്രിവാളിനെ ഇയാളെ പിണറായി വിജയനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ഡെലിവർ ചെയ്ത ആളുകൾ. മോഡി ഇവർ വ്യത്യസ്ത പാർട്ടിക്കാരാണ്. ഇവർ 4 പേരും ഡെലിവർ ചെയ്യുന്നുണ്ട്. അവരുടെ മേൽ നമുക്കുള്ള പ്രതീക്ഷയുടെ 100% ഒന്നും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 50% അവർ പോകുന്നുണ്ട്. 75% പോയി എന്നുള്ള ഫീലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തേജസ്വി യാദവ് ഈ പറയുന്നതിൻ്റെ മതി അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയൊക്കെ ആയിരുന്നതല്ലേ, ഉപമുഖ്യമന്ത്രി. പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടാകും. നിതീഷിൻ്റെ കാലത്ത് കാര്യം ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതാണ് കാര്യം. അല്ല, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തും വലിയ രീതിയിൽ യുവാക്കളുടെ പിന്തുണ ലഭിക്കും. യുവാക്കൾ മണ്ടന്മാരല്ലേ, അവർ ഹൈപ്പ് കണ്ട് വോട്ട് ചെയ്യുന്നതല്ലേ. പ്രായം കുറച്ച് ഇരുത്തം ചെന്ന ആളുകളുടെ വോട്ടാണ് ഏറ്റവും നിർണായകം. യുവാക്കളുടെ ഹൈപ്പിൻ്റെ പുറത്ത് വോട്ട് ചെയ്യും. യുവാക്കളെ വോട്ടുകൊണ്ട് മാത്രമേ ജയിക്കുകയില്ല. പറ്റിക്കാൻ ഏറ്റവും എളുപ്പം യുവാക്കളെയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ മന്ത്രിസഭയിലൊക്കെ തന്നെ ഇപ്പോൾ മോഡീൻ്റെ മന്ത്രിസഭ എടുത്തു നോക്കി കഴിഞ്ഞാലും 3-4 യുവാക്കൾ ബാക്കിയെല്ലാം സീനിയേഴ്സാണ്. എന്തുകൊണ്ടാണ്? യുവാക്കൾ എടുത്തിയാടി പ്രശ്നം ഉണ്ടായി കളയുന്നു. അല്ല, കഴിഞ്ഞ തവണ തന്നെ അവിടെ അധികാരം തേജസ്വിക്ക് ലഭിക്കാനുള്ളതായിരുന്നു. കോൺഗ്രസിന് വലിയ രീതിയിൽ സീറ്റ് നേടാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ഒവൈസിയുടെ പാർട്ടി വലിയ രീതിയിൽ വോട്ടും കട്ട് ചെയ്തിരുന്നു. ഒവൈസിന്റെ പാർട്ടി ശരിക്കും BJPയുടെ ബി ടീമാണ്, കോൺഗ്രസിന്റെ വോട്ട് കട്ടറായിട്ട് നിൽക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ തേജസ്വി യാദവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിജയം കൊയ്യാമല്ലോ എന്ന് പറയാൻ പറ്റും. എല്ലാ കാലത്തും ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ഒരു നദിയിൽ 2 തവണ കുളിക്കാൻ പറ്റില്ല. വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി, സെൻസിബിലിറ്റീസ് മാറി ആളുകളെ. ആ കാലഘട്ടത്തിൽ ഉണ്ടായ വികാരമല്ല ഇപ്പം ഉണ്ടായിരുന്ന വികാരം. ഇപ്പോൾ ഈ മോഡി ഗവൺമെൻറ് അദ്ദേഹം 2 പേരെയും വാരി കൂരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡെലിവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ മുസ്ലിംസിന് പോലും JDUവിനോട് പ്രശ്നമല്ല. എൻ്റെ ഡൽഹിയിൽ റൂംമേറ്റ് കുറച്ച് കാലം ഒരു മുസ്ലിമായിരുന്നു. പിന്നെ ഞാനവനെ ഒത്തുപോകുന്നുണ്ട്. ഞാനവനെ മാറ്റി നോർത്ത് ഈസ്റ്റാണ് എടുത്തു. നമ്മൾ ഇവന്മാരൊരു ഒത്തും കുറച്ച് പാടാം. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മാവോയിസ്റ്റുകളെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ നിതീഷ് ആണെങ്കിൽ ശക്തമായ നടപടി എടുക്കും, ലാലു ആണെങ്കിൽ കോംപ്രമൈസ് ചെയ്യും. അന്ന് NDA വോട്ട് ചെയ്തു. അത് മുസ്ലിം, അത് ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള വിവാദപ്പെട്ട അപ്പർ കാസ്റ്റ് മുസ്ലിം ഇവരാണല്ലോ നിങ്ങളീ പറയുന്നത് BJP. അങ്ങനെ ഞാനൊക്കെ അന്ന് ഇങ്ങനെ ഒരു അർത്ഥനം കെട്ടി എട്ടുകയാണ്. കാരണം നമ്മളിവിടെ BJP മോഡി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഭ്രാന്തെടുത്ത് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവൻ പറയുന്നത് അങ്ങനെ NDAക്ക് വോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ്. നിങ്ങൾ ഈ കേരളത്തിൻ്റെ പ്രിസം വെച്ചിട്ടേ അവിടെ നോക്കണ്ട, അത് വേറൊരു പ്രിസമാണ്. ആ മുസ്ലിങ്ങളൊക്കെ വോട്ടും കയറി കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ മോഡി ഇപ്പം ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. അതിശക്തമായ മുസ്ലിം സാധനമൊന്നും വരുന്നില്ലല്ലോ. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. പച്ച ഷർട്ട് പ്രധാനപ്പെട്ട പരിപാടിക്ക് പച്ച ഷർട്ടായിരുന്നു ഇട്ടത് ഈ അധികാരം ഏറ്റെടുത്തപ്പോൾ. പാർലമെൻറ്റ് പിന്നെ മുമ്പും നമിച്ചിട്ടുണ്ട്. അപ്പം ഭരണഘടന ഇടക്കിടക്ക് പറയുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ പുറത്താണ്. അപ്പോൾ നിതീഷിനെ BJPക്ക് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ പവർഫുൾ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് അവിടെ എന്തോ കുഴപ്പമാണ്. അവിടെ അതൊക്കെ പോസിറ്റീവാണ്. നിങ്ങൾ എന്ത് ഡെലിവർ ചെയ്തു എന്നുള്ളൂ. ആർക്ക് വേണ്ടിയാണ് അയാൾ ചാടുന്നത്? അയാൾ ബീഹാറിന് വേണ്ടിയിട്ടാണ് ചാടുന്നത്. അല്ല മുങ്ങാൻ പോകുന്ന കപ്പൽ പിടിച്ചിട്ടുണ്ടെന്നിരിക്കണം. അതിൻ്റെ ആവശ്യമില്ല. BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയില്ലേ? കാരണം ഈ കേവല ഭൂരിപക്ഷമില്ല, നിതീഷിൻ്റെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സീറ്റൊന്നും ചോദിച്ചു വാങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. അല്ല, BJPക്ക് അതൊരു പ്രതിസന്ധി ഒന്നുമില്ല. ഇത് ആൻസേഴ്സ് ഉണ്ടായി കൊടുത്ത പ്രതിസന്ധി. അതങ്ങനെ സോൾവ് ചെയ്യണം അവർക്ക്. എന്ന് പറഞ്ഞാൽ ബീഹാർ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇനി കൂടുതൽ അങ്ങനെ വിലപേശാൻ കഴിയില്ലല്ലോ. അല്ല, വിലപേശാൻ കഴിയുന്നതല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ. നിതീഷ് ഇനി എത്ര കാലം? അതാണ് ചോദ്യം. നിതീഷ് എത്ര? അത് കഴിഞ്ഞ് BJP മൊത്തം എടുക്കുമല്ലോ. പിന്നെ നിതീഷായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതാണ് നല്ലത്. നിതീഷ് അവിടെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. BJP എന്നെ ബാക്കി ചെയ്താൽ മതി. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഒരു ഒറീസ മോഡൽ അത് തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒറീസയിൽ ഉണ്ടെന്ന പോലെ തന്നെയുള്ള മാറ്റങ്ങളാണ് ബീഹാറിൽ വരാൻ പോകുന്നത്. അത് BJPക്ക് അതിൽ ടെൻഷനൊന്നുമില്ല. അല്ല, BJP ഇൻകേസ് ഇങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ മമതേനെ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.